ഒരിക്കൽ കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഈ സമയത്ത് കേരളത്തിൽ പൊതുവായുണ്ടായ മഹത്തായ മുന്നേറ്റങ്ങളുടെയും വളർച്ചയുടെയും ഭാഗമായ ചില കാര്യങ്ങളാണ് ഞാനിങ്ങോട്ട് വരുമ്പോൾ ബഷീറാക്ക ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആരോഗ്യരംഗത്തെ നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. നമ്മളിന്ന് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു എന്നതാണ് ഒരു പ്രത്യേകത. കേരളമെന്നാൽ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിക്കാൻ കഴിഞ്ഞ ഒരു നാടായി ഇതിനോടകം വളരാനായി എന്നതാണ് നമ്മുടെ പ്രത്യേകത. രാജ്യത്തിന് മാതൃകയാണ് കേരളം എന്ന് പറയാറുണ്ട്. രാജ്യത്തിന് മാത്രമല്ല, ചില രംഗങ്ങളിലെങ്കിലും ലോകത്തിന് തന്നെ വഴികാട്ടാൻ നമുക്കാവുന്നു എന്നതും കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന ഒരു വാർത്ത നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ശിശുമരണ നിരക്കിൽ കേരളം അമേരിക്കയെ പുറകിലാക്കി എന്നതാണ് വാർത്ത. ഏതമേരിക്ക? ലോക മുതലാളിത്തത്തിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്ന അമേരിക്ക. മുതലാളിത്ത വളർച്ചയുടെയും വികസനത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും ആഡംബരത്തിൻ്റെയും എല്ലാം അവസാന വാക്കായി പരിഗണിക്കപ്പെടുന്ന അമേരിക്കൻ ഐക്യനാടുകളെ നമ്മുടെ നാട് കേരളം ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ പുറകിലാക്കി എന്നതാണ് വാർത്ത. എന്താണ് ഈ ശിശുമരണ നിരക്ക്? ഇപ്പോൾ വിവിധ രാജ്യങ്ങളുടെ സാമൂഹ്യ വളർച്ചാ നിലവാരം പരിശോധിക്കുന്നതിൻ്റെ സുപ്രധാനമായ ഒരു മാനദണ്ഡമായി പരിഗണിക്കുന്നത് ശിശുമരണ നിരക്കാണ്. ശിശുമരണ നിരക്കെന്ന് പറഞ്ഞാൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ എത്ര പേർ മരിക്കുന്നു എന്നല്ല, മറിച്ച് 1000 കുഞ്ഞുങ്ങൾ ജനിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സ് ആകുമ്പോൾ, 1-ാം പിറന്നാൾ ആകുമ്പോൾ അതിനിടയിൽ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു, അതാണ് ശിശുമരണ നിരക്ക്. നമ്മുടെ രാജ്യത്തിൻ്റെ ശിശുമരണ നിരക്ക് 25ആണ്. 1000 കുഞ്ഞുങ്ങൾ ഇന്ത്യയിൽ ജനിക്കുമ്പോൾ 1 വയസ്സ് തികയുന്നതിന് മുൻപ് അതിൽ 25 കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നതാണ് ശരാശരി കണക്ക്. കേരളം ഏറ്റവും ഒടുവിലത്തെ ആധികാരികമായ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് 5ആണ്. 5. ഇന്ത്യയിൽ 25 കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ കേരളത്തിൽ അത് 5ആണ്. അമേരിക്കയിൽ അത് ഏതാണ്ട് 6ആണ്. അതാണ് പ്രത്യേകത. അതുകൊണ്ട് അമേരിക്കയുടെയും മുന്നിൽ നമ്മളെത്തി. അതാണ് വാർത്ത. സത്യം പറഞ്ഞാൽ എത്രമാത്രം അഭിമാനകരമാണ്. ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ ഐക്യനാടുകളെ പുറകിലാക്കാൻ കഴിഞ്ഞ ഒരു നാട് കേരളം. ആഘോഷപൂർവം കൊണ്ടാടപ്പെടേണ്ട, പതാകകളുടെ നിറഭേദങ്ങൾക്ക് പുറത്ത് ഈ നാടാകെ ഒരേ മനസ്സോടെ ഉത്സവാന്തരീക്ഷത്തിൽ ആഘോഷിക്കേണ്ട ഒരു വാർത്തയാണ്. പക്ഷെ ചില മാധ്യമങ്ങളിൽ ആ വാർത്ത കാണണമെങ്കിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം. വളരെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ചെറുതായിട്ടാണ്. കേരളത്തിന് മഹത്തായ ഒരു നേട്ടമുണ്ടാകുമ്പോൾ ഇടതുപക്ഷത്തോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ട് ആ നേട്ടം മൂടി വയ്ക്കാൻ, ഒളിപ്പിച്ചു വെക്കാൻ, ചെറുതായി പറഞ്ഞു പോകാൻ ആണ് ചില സുഹൃത്തുക്കൾ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മുടെ നാടിനുണ്ടായ ഈ മാറ്റം ഇത് ചെറുതല്ല. എങ്ങനെയാണ് ശിശുമരണ നിരക്ക് കുറയുന്നത്? അതിൻ്റെ കാരണം എന്താണ്? അതൊരു നിസ്സാര കാര്യമല്ല. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ വളരണമെങ്കിൽ ജനിക്കുന്നത് ആരോഗ്യമുള്ള കുഞ്ഞാവണം. അതിനെന്തു വേണം? അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടാവണം. അതിനെന്തു വേണം? ഗർഭാവസ്ഥയിൽ അമ്മ നല്ല പോഷകമൂല്യമുള്ള ഭക്ഷണം കഴിക്കണം. ആവശ്യത്തിന് വിശ്രമം ഉണ്ടാവണം. അതിനെന്തു വേണം? മെച്ചപ്പെട്ട ഭക്ഷണം, വിശ്രമം, ശാരീരിക മാനസിക ആരോഗ്യമുള്ള കുടുംബാന്തരീക്ഷം, ഇതിനൊക്കെ കഴിയുന്ന കുടുംബ സാഹചര്യം വേണം. വരുമാനം ഉണ്ടാവണം. മെച്ചപ്പെട്ട കുടുംബാന്തരീക്ഷം ഉണ്ടാവണം. എന്തെങ്കിലും അസുഖം വന്നാൽ പോകാൻ ഒരു ആശുപത്രി വേണം. ആശുപത്രിയിൽ ചെന്നാൽ അവിടെ ഡോക്ടർ ഉണ്ടാവണം, മരുന്നുണ്ടാവണം, മെച്ചപ്പെട്ട ചികിത്സ കിട്ടണം.
ഇങ്ങനെയെല്ലാം ഉണ്ടാവുമ്പോഴാണ് ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കുക. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലോ കുഞ്ഞിന് സമീകൃത ആഹാരം കിട്ടണം. ആദ്യ മാസങ്ങളിലെല്ലാം നവജാത ശിശുവിൻ്റെ സമീകൃത ആഹാരം അമ്മയുടെ മുലപ്പാലാണ്. അപ്പം മുലയൂട്ടാൻ കഴിയുന്ന ആരോഗ്യവതിയായിരിക്കണം അമ്മ. കുഞ്ഞിനെന്തെങ്കിലും അസുഖം വന്നാലും അടുത്ത ആശുപത്രിയും മെച്ചപ്പെട്ട ചികിത്സയും പരിചരണവും എല്ലാം ലഭിക്കണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ശിശുമരണ നിരക്ക് കുറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ശിശുമരണ നിരക്കിനെ സാമൂഹ്യ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട സൂചകമായി, ഒരടയാളമായി പരിഗണിക്കുന്നത്. അക്കാര്യത്തിൽ അമേരിക്കയെ പുറകിലാക്കാൻ കഴിഞ്ഞ മികവ് നമ്മുടെ കേരളം ആർജിച്ചു എന്നതാണ് ഏറ്റവും വലിയ ഒരു നേട്ടമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്. ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതുപോലെ മാതൃമരണ നിരക്കൊക്കെ ഉണ്ട്. ഞാൻ ആ കണക്കിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇതെല്ലാം പോകട്ടെ, ഈ കേരളത്തിൽ ജനിക്കാനും വളരാനും കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഒരർത്ഥത്തിൽ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ജനിച്ചത് ബീഹാറിലായിരുന്നെങ്കിലോ? അങ്ങനെ സങ്കല്പിക്കുക, എന്തു വേണമെങ്കിലും നമുക്ക് സങ്കല്പിച്ചൂടെ? ഉത്തർപ്രദേശിലോ രാജസ്ഥാനിലോ ആയിരുന്നുവെങ്കിലോ? മറ്റേതെങ്കിലും ഒരു ഉത്തരേന്ത്യൻ പ്രദേശത്തായിരുന്നു നമ്മൾ ജനിച്ചു വളർന്നതിരുന്നതെങ്കിലോ? അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമായിരുന്നതിനേക്കാൾ 5, 8, 10 കൊല്ലം കൂടുതൽ ജീവിക്കാനുള്ള അവസരമാണ് കേരളത്തിൽ ജനിച്ചത് കൊണ്ട് നമുക്ക് കൈവന്നത്. അതെന്താണ്? അതാണ് പ്രതീക്ഷിത ആയുസ്. ശരാശരി പ്രതീക്ഷിത ആയുസ്. ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ എത്ര കാലം ജീവിച്ചിരിക്കുമെന്നതിൻ്റെ ശരാശരി കണക്ക് പരിശോധിച്ചാൽ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയും കാൾ കേരളം വർഷങ്ങൾ കൂടുതലാണ് കേരളത്തിൽ ജനിച്ച ഒരാളുടെ പ്രതീക്ഷിതായുസ്. മറ്റെവിടെങ്കിലും ആയിരുന്നു ജനിച്ചിരുന്നതെങ്കിൽ ജീവിക്കുമായിരുന്നതിനേക്കാൾ വർഷങ്ങൾ കൂടുതൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ മലയാളികളാണ് എന്നതുകൊണ്ട് നമുക്ക് അവസരം കിട്ടുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ ആയിരുന്നില്ല മുൻപ്. ഇപ്പൊ കേരളം രൂപം കൊള്ളുന്ന സമയത്ത് എത്രയായിരുന്നു പ്രതീക്ഷിത ആയുസ് മലയാളിയുടെ? ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ 75 മലയാളിയുടെ ശരാശരി പ്രതീക്ഷിത ആയുസ്. ആരും തെറ്റിദ്ധരിക്കരുത്. എന്ന് വെച്ചാൽ കൃത്യം 75-ാമത്തെ വയസ്സിൽ മരിക്കുന്നൊന്നുമല്ല. ഇപ്പൊ വാഹനങ്ങളൊക്കെ ഒരുപാട് പെരുകി, അതും സാമൂഹ്യ വളർച്ചയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ വാഹന അപകടങ്ങളുണ്ടായി. ഇന്നത്തെ പത്രം നോക്കിയാലും ബൈക്ക് അപകടം, 2 ആൾ മരിച്ചു എന്ന് വാർത്ത കണ്ട് നോക്കിയാൽ മരിച്ചാളുടെ പ്രായം 18 വയസ്സ് 19 വയസ്സൊക്കെ ആയിരിക്കും. അപ്പോൾ കുറേ കുട്ടികളൊക്കെ അങ്ങനെ അപകടങ്ങളിൽ, വാഹനാപകടങ്ങളിലൊക്കെ മരിക്കുന്നുണ്ട്. അത് അസുഖം വന്നിട്ടൊന്നുമല്ല. അപ്പൊ ഇതെല്ലാ മരണങ്ങളും കൂടി കൂട്ടി ശരാശരി തയ്യാറാക്കുമ്പോഴാണ് 75. അപ്പോൾ 80, 90, 100, 100-ന് മീതെയും ഒക്കെ ആരോഗ്യത്തോടു കൂടി തന്നെ ആളുകൾ ജീവിച്ചിരിക്കുന്ന നാടായി കേരളം മാറി. പക്ഷെ 1950-കളിൽ 1956 നവംബർ 1-നാണ് കേരളം പിറക്കുന്നത്. കേരള പിറവി. 1950-കളിൽ എത്രയായിരുന്നു കേരളത്തിൻ്റെ ശരാശരി പ്രതീക്ഷിത ആയുസ് മലയാളിയുടെ? നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 45 വയസ്സായിരുന്നു. 45 വയസ്സ്. അക്കാലത്ത് 45 വയസ്സായ ഒരാൾ വന്നാൽ അയാളെ കാണുമ്പോൾ ഒരു വൃദ്ധൻ വരുന്നു എന്നാണ് പറയുക. ഒരു വൃദ്ധൻ. ഇപ്പം 45 വയസ്സായ ഒരാൾ, നിങ്ങളുടെ ഇടയിൽ വിളിക്കുന്ന ഒരാളെ വൃദ്ധ എന്നാരെങ്കിലും വിളിക്കുമോ? വിളിച്ചതേ ഓർമ്മയുണ്ടാവും. ഇപ്പം മാറി. ഇപ്പം 45, 55, 65 ഒന്നുമല്ല. ഇപ്പൊ 70 വയസ്സായ ഒരാൾ മുടി കറുപ്പിച്ചിട്ടാണ് വരുന്നതെങ്കിൽ, ഇപ്പൊ ആകെ പ്രായം അറിയാനുള്ള ഒരു മാർഗം മുടി വെളുപ്പോ കറുപ്പോ നോക്കലാണ്. അപ്പൊ മുടി കറുപ്പിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഒരു ലക്ഷണമൊത്ത ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാരി, അങ്ങനെയല്ലേ കാണുക? മുടിയുടെ നിറമല്ലാതെ പ്രായത്തിൻ്റെതായ ഒരടയാളവും മുഖത്തില്ല. 75-ാം വയസ്സിലും ചെറുപ്പമാണ്. ഇതാണ് കേരളം. ഇതെങ്ങനെ ഇങ്ങനെയായി? ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. 45 വയസ്സ് ശരാശരി പ്രതീക്ഷിതായുസ് ഉണ്ടായിരുന്ന ഒരു നാട് 75-ലേക്ക് വളർന്നു. ഇപ്പൊ അമേരിക്കയുടെ അടുത്തെത്തി നമ്മൾ. ഇങ്ങനെ കാര്യങ്ങൾ പോയാൽ വൈകാതെ ഇതിലും നമ്മൾ അമേരിക്കയെ മറികടക്കും. എങ്ങനെയാണ് ഇത് മാറിയത്?
കേരളീയ സമൂഹത്തിലുണ്ടായ പൊതുവായ മാറ്റമാണ്. മെച്ചപ്പെട്ട വരുമാനമുള്ളവരായി മലയാളികൾ മാറി. ഭൂപരിഷ്കരണം മുതൽ ഇങ്ങോട്ട് നമ്മൾ എടുക്കണം കാര്യങ്ങൾ. മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ ഉണ്ടായി. സമ്പൂർണ്ണ സാക്ഷരത എല്ലാം അതിൽ പങ്കുവഹിച്ചു. അതെങ്ങനെയാണ്? സാക്ഷരരായ ഒരു ജനത കൂടുതൽ അറിവ് നേടിയപ്പോൾ ജീവിത രീതികളെക്കുറിച്ച്, ചികിത്സയെക്കുറിച്ച്, ആരോഗ്യകരമായ ജീവിത രീതികളെക്കുറിച്ചെല്ലാം അറിവ് നേടി. ഇതെല്ലാം വരുത്തിയ മാറ്റമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ നാട് വളർന്ന് വികാസം പ്രാപിച്ചത്. ഇങ്ങനെ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിക്കും വിധം ഈ രംഗങ്ങളിലെല്ലാം വളർന്നു മുന്നേറാൻ നമുക്ക് പറ്റി. നമ്മളിപ്പോൾ മത്സരിക്കുന്നത് അമേരിക്കയുമായി, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമായി ഒക്കെയാണ് നമ്മൾ മത്സരിക്കുന്നത്. അതോടൊപ്പം വൻകിട പദ്ധതികൾ കേരളത്തിൽ വന്നത് എത്രയാണ്. ഇപ്പം രാജ്യത്തിന് പല കാര്യങ്ങളിലും നമ്മൾ മാതൃക കാണിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ ആരംഭിച്ചു. ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് LDF ഗവൺമെന്റിന്റെ കാലത്ത് മുൻപ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ആരംഭിച്ചു. 10,000-കണക്കിന് ആളുകൾ, ലക്ഷത്തിന് മുകളിൽ ആളുകൾ അവിടെ ജോലി ചെയ്യാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്കാണ്. LDF ഗവൺമെന്റാണ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് ആരംഭിച്ച LDF ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചു. ലോക ശ്രദ്ധയാകർഷിച്ച കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഡ് മഹാവ്യാധി വന്നപ്പോൾ നാം പഠിച്ച പാഠമാണ്. കേരളത്തിന് സ്വന്തമായി ഇപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ. ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ അതുവഴി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ കൊച്ചി വാട്ടർ മെട്രോയെ കുറിച്ച് മനസ്സിലാക്കി. ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത, കൊച്ചി വാട്ടർ മെട്രോയെ മാതൃകയാക്കി ഇന്ത്യയിലെ 20 നഗരങ്ങളിൽ ജല മെട്രോ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. ഇതാണ് വാർത്ത. അവരാലോചിക്കുന്നതിന് പോലും മുൻപ് യാഥാർത്ഥ്യമാക്കി മാറ്റിയ നാടാണ് ഈ കേരളം. നമ്മളിൽ നിന്നാണ് പാഠം പഠിക്കുന്നത്, പുതിയ മാതൃകകൾ കണ്ടു മനസ്സിലാക്കുന്നത്. അതാണ് കേരളം. K-ഫോൺ ഇന്റർനെറ്റ് ഡിവൈഡ് ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നടപടിയാണ്. അത് പൂർണ്ണ തോതിലായിട്ടില്ല, പക്ഷേ 1,00,000 കുടുംബങ്ങൾക്ക് ഇപ്പോൾ കണക്ഷൻ കൊടുത്തു കേരളത്തിൽ. BPL കുടുംബങ്ങൾക്ക് സൗജന്യം. വരും നാളുകളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ K-ഫോൺ വഴിയുള്ള ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ നമുക്ക് കഴിയും. ഈ കാലത്ത് ആരും ഇന്റർനെറ്റ് എന്തിനാണ് എന്ന് ചോദിക്കില്ല. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾക്ക് പഠനാവശ്യത്തിന് ഇന്റർനെറ്റിന്റെ സേവനം ആവശ്യമായി വരുന്ന കാലമാണ്. അപ്പം അതിന് BPL കുടുംബങ്ങളിലുള്ളവർ കാശ് മുടക്കണ്ട, സർക്കാർ വക ഫ്രീ. ലോകത്തിൽ ആദ്യത്തെ സംഭവം അതാണ്. BPL അല്ല, APL ആണെങ്കിലും ചുരുങ്ങിയ നിരക്കിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാകും. ഈ പദ്ധതി ആവിഷ്കരിച്ചപ്പോഴാണ് ബ്രിട്ടനിലെ ദ ഗാർഡിയൻ എന്ന ദിനപത്രം കേരളത്തിലെ K-ഫോൺ പദ്ധതിയെ പ്രശംസിച്ചുകൊണ്ട് ദീർഘമായ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ആ ലേഖനത്തിനൊടുവിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഗാർഡിയൻ ദിനപത്രം ഒരു അഭ്യർത്ഥന നടത്തുന്നു. അതിങ്ങനെയാണ്: ഇന്റർനെറ്റ് ഡിവൈഡ് ഇല്ലാതാക്കാൻ കേരളത്തെ മാതൃകയാക്കി പദ്ധതികൾ ആവിഷ്കരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തയ്യാറാവണം എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കാലം പോയ പോക്ക്. 190 സംവത്സരങ്ങൾ നമ്മുടെ രാജ്യത്തെ അടക്കി വാണ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് ബ്രിട്ടനിലെ പ്രശസ്തമായ ഒരു ദിനപത്രം കേരളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ കേരളത്തെ മാതൃകയാക്കൂ എന്ന് പറയുകയാണ്. ഇതിനേക്കാൾ അഭിമാനകരമായ ഒരു നേട്ടം മറ്റെന്താണുള്ളത്? ലോകം മുഴുവൻ കേരളത്തിൻ്റെ ഈ മികവ്, വിവിധ രംഗങ്ങളിലെ മികവ് ചർച്ച ചെയ്യുകയാണ്. ഇത്തരം വൻകിട പദ്ധതികൾ മാത്രമല്ല, ഇപ്പോൾ മൺമറഞ്ഞു പോയി എന്ന് കരുതിയ വികസന പദ്ധതികൾ പുതുജീവൻ നേടിയില്ലേ? മരിച്ചുപോയ മനുഷ്യർക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ ഇപ്പോഴും ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. മരിച്ചുപോയാൽ മരിച്ചുപോയി, പിന്നെ ജീവൻ കൊടുക്കാനൊന്നും പറ്റില്ല. എന്നാൽ
മരിച്ചുപോയ വികസന പദ്ധതികൾക്ക് ജീവൻ നൽകാനാകുമോ എന്ന് ചോദിച്ചാൽ, മരിച്ചു മണ്ണടിഞ്ഞു പോയ പദ്ധതികൾക്കും പുതുജീവൻ പകർന്നു നൽകുന്ന ജാലവിദ്യ നടന്ന നാടാണ് ഈ പിണറായി വിജയന്റെ കേരളം എന്ന് ലോകത്തിന്റെ മുന്നിൽ ധീരമായ അഭിമാനത്തോടെ പറയാൻ നമുക്കാവും. ഇത് ആലങ്കാരികമായി പറയുന്നതല്ല. ദേശീയപാത വികസനം നോക്കൂ. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അസാധ്യം, അപ്രായോഗികം എന്ന് ഫയലിൽ എഴുതി തീർപ്പാക്കി ഉപേക്ഷിച്ച പദ്ധതിയായിരുന്നില്ലേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ? ആപ്പീസ് അടച്ചുപൂട്ടി ഡൽഹിയിലേക്ക് വണ്ടി കയറി ഉപേക്ഷിച്ചു പദ്ധതി. കേരളത്തിൽ ദേശീയപാത വികസനം അസാധ്യം. 2016 LDF ഗവൺമെന്റ് വന്നു. ഇപ്പോഴോ 7000 കോടിയോളം രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് മുടക്കിയാണ് കാസർകോട്ട് മുതൽ തിരുവനന്തപുരം വരെ അതിലെ ഗണ്യമായൊരു ദൂരം കടന്നു പോകുന്നത് നമ്മുടെ ജില്ലയിലൂടെയാണ്. ദേശീയപാത 2 സർവീസ് റോഡുകൾ കൂടി ചേർന്നാൽ 8 വരി പാത. മലയാളിയുടെ യാത്രാ സങ്കല്പങ്ങളിൽ മഹാവിപ്ലവം. കേരളത്തിന്റെ 2 അറ്റങ്ങൾ തമ്മിലുള്ള അകലം ചുരുങ്ങി വരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് സുഗമമായി യാത്ര ചെയ്യാനാവുന്ന പാത. 90% പണി പൂർത്തിയായി. അത് മരിച്ചുപോയ ഒരു പദ്ധതിയായിരുന്നു. നമ്മളാണ് ജീവിപ്പിച്ചത്. അസാധ്യമെന്ന തീർപ്പ് കൽപ്പിച്ചതിനെ സാധ്യമാക്കുന്ന കലയുടെ നാടായി നമ്മുടെ നാട് മാറി. ഗെയിൽ പൈപ്പ് ലൈൻ മരിച്ചുപോയ പദ്ധതിയായിരുന്നു. കൊച്ചി ഇടമൺ പവർ ഹൈവേ മരിച്ചുപോയ പദ്ധതിയായിരുന്നു. ഇപ്പോൾ പൂർത്തിയായി. അതുകൊണ്ടോ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത നാടായി കേരളം മാറിയില്ലേ? 10 കൊല്ലത്തിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾ പവർ കട്ടെന്ന വാക്കു കേട്ടോ? പണ്ടതായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആദ്യം അരമണിക്കൂർ പവർ കട്ട്, പിന്നെ 1 മണിക്കൂർ കട്ട്, പിന്നെ അപ്രഖ്യാപിത കട്ട്. കറണ്ട് പോയാൽ എപ്പോൾ വരുമെന്ന് ആർക്കും പറയാനാവില്ല. മണിക്കൂറുകൾ വൈദ്യുതി ഇല്ലാതെ. വ്യവസായങ്ങൾക്ക് 100% പവർ കട്ട്. മണ്ണെണ്ണ വിളക്കും മെഴുകുതിരികളും കത്തിച്ചു വെച്ച് കറണ്ട് കാത്തിരുന്ന ഒരു കാലം. ഇപ്പൊ എല്ലാവരും മറന്നുപോയി. അത് 10 കൊല്ലമായില്ലേ? അതായിരുന്നു UDFന്റെ കാലം. ഇരുളിലാണ്ട് പോയ ഒരു കാലം. ഈ ഇരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇപ്പൊ മണ്ണെണ്ണ വിളക്കുണ്ടോ? എന്താ ഇല്ലാതെയായി? അതാണ് കാലം മാറിയത്. LDF ഗവൺമെന്റ് വന്നില്ലായിരുന്നെങ്കിലോ? പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനമായി നമ്മുടെ നാട് അഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കുന്നു. ഈ മാറ്റങ്ങളാണ് ഈ കഴിഞ്ഞ കാലത്ത് കേരളത്തിലുണ്ടായത്. ഇതിനോടെല്ലാം ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് വൻകിട വികസന പദ്ധതികളോടൊപ്പം ദേശീയപാത വികസനം, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വാട്ടർ മെട്രോ, വിഴിഞ്ഞം പോർട്ട്, K-ഫോൺ, ഗെയിൽ ഇങ്ങനെയുള്ള വൻകിട പദ്ധതികളോടൊപ്പം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ആശ്വാസമായി മാറിയ ക്ഷേമ പദ്ധതികൾ. ഇപ്പൊ 2000 രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചു. ഒരു വീട്ടിൽ മുതിർന്ന 2 പേർ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. ഒരു അപ്പൂപ്പൻ, ഒരു അമ്മൂമ്മ. സംരക്ഷിക്കാൻ ആരുമില്ല. ആരുടെയും സംരക്ഷണം ഇല്ലെങ്കിലും 2 പേർക്കും കൂടി 4000 ഉറുപ്പിക സർക്കാർ വീട്ടിലെത്തിച്ചു കൊടുക്കും മാസം തോറും. 4000 രൂപ. എല്ലാമായി എന്നല്ല, പക്ഷെ പട്ടിണി കിടക്കണ്ട. അത് വേണ്ടല്ലോ. അരി വാങ്ങാം, അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാം. എവിടെയുണ്ട് ഇന്ത്യയിൽ വേറെ? പ്രധാനമന്ത്രിയുടെ നാട്ടിൽ ഇതില്ല, മറ്റെവിടെയുമില്ല. 2000 രൂപ ക്ഷേമ പെൻഷൻ കിട്ടുന്ന ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം ഈ കേരളം. BJPയോ കോൺഗ്രസോ ഭരിക്കുന്നിടത്ത് ഈ സമ്പ്രദായം ഇല്ല. 62 ലക്ഷം മനുഷ്യർക്കാണ്. 62 ലക്ഷം. ഇപ്പോ ഇതിൻ്റെ അനുബന്ധമായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു വീട്ടമ്മമാർക്ക് പെൻഷൻ 35 വയസ്സ് മുതൽ മുകളിലോട്ടാണ്. അപ്പോൾ ചില വീട്ടമ്മമാർ പറയുന്നു ഇതിന് പെൻഷൻ എന്ന് പറയാൻ പാടില്ല. കാരണം എന്താണ്? ഞങ്ങൾ പെൻഷൻ പറ്റാനൊന്നും ആയിട്ടില്ല, 35 വയസ്സ് മുതലാണ് ഇത് കൊടുക്കുന്നത്. ശരിയാണ്. അപ്പം അതിൻ്റെ പേരിപ്പം മാറ്റിയാലോ എന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. പെൻഷൻ എന്ന് പറയണ്ട, പകരം അലവൻസ് എന്നോ മറ്റോ പറയാം. ചരിത്രത്തിൽ ആദ്യമായി, രാജ്യത്തെവിടെയും കേട്ടുകേൾവിയില്ല, മാസം തോറും 35 കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് സർക്കാരിൻ്റെ ധനസഹായം അതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാനൊരു കണക്ക് വായിച്ചത് 33 ലക്ഷത്തോളം മറ്റോ ആളുകൾ ഇതിന്
അർഹരായി മാറും. ഇത് നടപ്പാക്കുമ്പോൾ അത്രയും വീട്ടമ്മമാർക്ക് ഇതിൻ്റെ സേവനം ലഭിക്കും എന്നാണ്. എന്തിനാണ് വീട്ടമ്മമാരെ പ്രത്യേകമായി പരിഗണിച്ചത്? ഇവിടെ ഇപ്പോൾ കുറേ വീട്ടമ്മമാരിയ്ക്കുന്നുണ്ട്. പലപ്പോഴും വീട്ടമ്മമാരെയൊക്കെ പരിചയപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒട്ടൊരു സങ്കോചത്തോടെ ജോലിയൊന്നുമില്ല സഖാവേ, ഞാൻ ഹൗസ് വൈഫാണ് എന്ന് പറഞ്ഞവരെ ഞാൻ ഓർമ്മിക്കുന്നു. എത്രയോ പേർ അങ്ങനെയാണ് പറയുക. ജോലിയൊന്നുമില്ല സഖാവേ, ഞാൻ ഹൗസ് വൈഫാണ് എന്ന് പറയും. പുരുഷന്മാരെ ആണെങ്കിലും പരിചയപ്പെടുമ്പോൾ വൈഫ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതേ മറുപടിയാണ്. ഓൾക്ക് ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണ്. ഈ ഹൗസ് വൈഫാണ് വീട്ടമ്മ. ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാവിലെ ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്നു, ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ എങ്ങനെ ഇരിക്കും, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ വെറുതെ ഇരിക്കും, ലഞ്ച് കഴിക്കും. അങ്ങനെയാണോ? അങ്ങനെ ഏതെങ്കിലും വീട്ടമ്മയുണ്ടോ? ജോലിയൊന്നുമില്ല എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ ശമ്പളം കിട്ടുന്ന പണിയില്ല എന്നുള്ളതാണ്. എന്നാൽ വീട്ടമ്മമാർ ചെയ്യുന്ന ജോലി എത്രയാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ജനവിഭാഗം ഏതെങ്കിലും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയല്ല, വീട്ടമ്മയാണ്. കേരളത്തിലെ വീടുകളിൽ ആദ്യം ഉറക്കമുണർന്നെഴുന്നേൽക്കുന്നതും ഏറ്റവും അവസാനം ഉറങ്ങാൻ കിടക്കുന്നതും വീട്ടമ്മയാണ്. ഉറക്കമുണർന്നെഴുന്നേൽക്കുന്ന ഒരു വീട്ടമ്മയുടെ ദിനചര്യ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? വീടും പരിസരവും അടിച്ചുവാരി വൃത്തിയാക്കാത്ത ഏതെങ്കിലും ഒരു വീട്ടമ്മ കേരളത്തിൽ, പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിലുണ്ട്? ഇല്ല. അതൊരു ജോലിയാണ്. എന്ത് ജോലി? പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ നടത്തി ഇന്റർവ്യൂ ചെയ്ത് അഡ്വൈസ് മെമ്മോ കൊടുത്ത് നിയമനം കൊടുക്കുന്ന ശമ്പള സ്കെയിലുള്ള ഒരു ജോലിയാണ്. പാർട്ട് ടൈം സ്വീപ്പർ, അടിച്ചുവാരി വൃത്തിയാക്കുക ഒരു ജോലി. രാവിലെ ഉണർന്നാൽ ഉടനെ ഒരു ജോലി ചെയ്തു. ഭക്ഷണം പാചകം ചെയ്യാത്ത ഏതെങ്കിലും വീട്ടമ്മയുണ്ടോ? അത് വേറൊരു ജോലിയാണ്. കുക്ക്, അതിന് ശമ്പള സ്കെയിൽ വേറെയാണ്, PSC ജോലിയാണ്. കുടുംബാംഗങ്ങളുടെ തുണി അലക്കാത്ത ഏതെങ്കിലും വീട്ടമ്മയുണ്ടോ? അത് മറ്റൊരു ജോലിയാണ്. ഡോബി, അലക്കുകാരൻ, അലക്കുകാരി, അതൊക്കെ പ്രത്യേക സ്കെയിലാണ്. വീട്ടിൽ കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠന കാര്യങ്ങളിൽ സഹായിക്കുന്നത്, അന്വേഷിക്കുന്നത് ആരാണ്? അത് സംശയമുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരായ രക്ഷിതാക്കളോട് മകൻ അല്ലെങ്കിൽ മകൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. പട്ടം ചോദിക്കണം. 6-ലാണോ അതോ 7-ലാണോ? ചെറിയൊരു സംശയം വരും. അതേസമയം വീട്ടമ്മമാരോട് ചോദിച്ചു നോക്കൂ, ഏത് ക്ലാസ്, ഏത് ഡിവിഷൻ, ഏത് ടീച്ചറാണ് കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ, എല്ലാം ഹൃദയസ്ഥമായിരിക്കും. ആ കാര്യങ്ങളെല്ലാം അവരാണ് ശ്രദ്ധിക്കുക. ഒരാൾ വീട്ടിൽ കിടപ്പിലായിപ്പോയി, പരിചരിക്കുന്നത് ആരാണ്? ഒരു നഴ്സിൻ്റെ ജോലി. ഇതെല്ലാം ചെയ്യുന്നത് വീട്ടമ്മയാണ്. പക്ഷെ ഇങ്ങനെ പണിയെടുത്ത് നടുവൊടിഞ്ഞാലും ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണ് എന്നാണ് പറയുക. അതെന്തുകൊണ്ടാണ്? പുരുഷാധിപത്യ സമൂഹം സ്ത്രീയെ അങ്ങനെ പാകപ്പെടുത്തിയെടുത്തു. ഈ പണിയൊന്നും ഒരു പണിയല്ല എന്ന ബോധമാണ് നമ്മുടെ സമൂഹത്തെ നയിക്കുന്നത്. അതുകൊണ്ട് പണിയെടുത്ത് നടുവൊടിഞ്ഞാലും എങ്ങും മാനിക്കപ്പെടാത്ത ജോലിയായി വീട്ടമ്മമാരുടെ ജോലി തുടരുകയും കേരളത്തിലെ വീടുകളെ നിലനിർത്തുന്നത് വീട്ടമ്മമാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഹൗസ് ഹസ്ബൻഡ് എന്നൊരു പ്രയോഗമുണ്ടോ? ഗവൺമെൻറ് ജോലിയില്ലാത്ത പുരുഷന്മാർ എത്ര പേരുണ്ട്? അവർ പറയുമോ, സഖാവേ എനിക്ക് ജോലിയൊന്നുമില്ല, ഞാൻ വീട്ടച്ഛനാണ് എന്ന് പറയൂ? അങ്ങനെയില്ല, അങ്ങനെ ഒരു വാക്കില്ല. ഇംഗ്ലീഷിലും ഇല്ല, മലയാളത്തിലും ഇല്ല. അത് പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ഒരു ദൗർബല്യമാണ്. അപ്പോൾ ഈ കാലം സമൂഹം കാണാതിരുന്ന, മാനിക്കാതിരുന്ന അധ്വാനം, വീട്ടമ്മമാരുടെ അധ്വാനം, കേരളത്തിൻ്റെ സമൂഹത്തെ, കുടുംബത്തെ, കുടുംബ ബന്ധങ്ങളെയൊക്കെ നിലനിർത്തുന്നതിൽ നിർണായകമായ വീട്ടമ്മമാർ, ആ അധ്വാനത്തെ ചരിത്രത്തിലാദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ വിലമതിക്കുന്നു. ചരിത്രത്തിലാദ്യമായി വിപ്ലവകരമായ ഒരു തീരുമാനമെടുക്കുന്നു. പതിറ്റാണ്ടുകളായി വിലമതിക്കപ്പെടാതെ പോയ, അടിച്ചമർത്തപ്പെട്ട കേരളത്തിലെ വീട്ടമ്മമാർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് മാസം തോറും അവർക്ക് അലവൻസ് കൊടുക്കണം, ധനസഹായം കൊടുക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഇനി ഒരർത്ഥത്തിൽ ശമ്പളം കിട്ടുന്നവരായി മാറുകയാണ്. ചെറിയ മാറ്റമാണ്. സ്ത്രീകളുടെ സർക്കാരാണ് കേരളത്തിലെ സർക്കാർ, വീട്ടമ്മമാരുടെ സർക്കാർ. ഇന്ത്യയിലെ ആദ്യത്തെ നടപടിയാണ്, വേറെ എവിടെയും ഉണ്ടായിട്ടില്ല. 33 ലക്ഷം പേർ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറും എന്നാണ് കണക്കാക്കുന്നത്. അവിടെ അവസാനിക്കുന്നില്ല. അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾ, ചെറുപ്പക്കാർക്ക് എന്ത് പെൻഷൻ എന്നാലോചിക്കും. ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, ജോലി ആയിട്ടില്ല. ജോലി കിട്ടുന്നത് വരെ
അവർക്കൊരു സ്റ്റൈപ്പൻഡ് നൽകണം എന്നാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണ്ട് 8 ലക്ഷത്തോളം പേർ അതിനും അർഹരായി മാറുമത്രേ. അപ്പം മൊത്തം നോക്കിയാൽ 1 കോടിയിൽ പരം മലയാളികൾ നേരിട്ട് സർക്കാരിൻ്റെ ധനസഹായത്തിന് അർഹരായി മാറുന്ന നാടായി കേരളം മാറും. എന്ന് വെച്ചാൽ മംഗലത്തങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന മനുഷ്യരിൽ 4 ആളെ കണ്ടാൽ അതിലൊരാൾ, ചുരുങ്ങിയതൊരാൾ, സർക്കാരിൻ്റെ ധനസഹായം കൈപ്പറ്റുന്ന ആളായിരിക്കും എന്നതാണ്. ആകെ ജനസംഖ്യയുടെ 25%-ലധികം 30%-ഓളം ആളുകൾ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി മാറുന്ന ഒരുപക്ഷെ ലോകത്തിലെ ഒരേ ഒരു പ്രദേശമായി നമ്മുടെ കേരളം മാറുന്നു. അതാണ് LDF ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കേരളത്തിൻ്റെ വളർച്ച മാറ്റം. ഈ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ലോകോത്തരമായ നേട്ടങ്ങൾ നമ്മൾ ആർജിക്കുകയും ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ശക്തിപ്പെടണം, ഇനിയും കൂടുതൽ കരുത്തോടെ നാട് മുന്നേറണം എന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്നു വരുന്ന ഒരാഗ്രഹമാണ്. ഇപ്പം UDF ആയിരുന്നു കേരളത്തിൽ അധികാരത്തിലെങ്കിലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 600 രൂപ ഉള്ള പെൻഷൻ കൊടുക്കാതെ പിടിച്ചു വെച്ച് അവസാനിപ്പിച്ചവരാണ്. എന്താകുമായിരുന്നു സ്ഥിതി? കേരളം ഇന്ന് കാണും പോലെ ആയിരിക്കില്ല. നമ്മുടെ നാട് തകർന്ന് ശിഥിലമായി പോയേനെ. 10 കൊല്ലം പഴക്കമുണ്ട് UDF ഭരണത്തിൻ്റെ ഓർമ്മകൾക്കെന്നതുകൊണ്ടാണ് പലരുടെയും മനസ്സിലിപ്പോൾ ആ കാലമില്ലാത്തത്. ചേരിപ്പോരും തമ്മിൽ തല്ലും കുതികാൽ വെട്ടും അഴിമതിയും അരാജകത്വവും ഈ നാടിൻ്റെ അന്തസ്സിനെ പാതാളത്തോളം ഇടിച്ചു താഴ്ത്തിയ ഒരു ഭൂതകാലം കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ശാപമോക്ഷം നേടി 2016-ൽ ഒരു പുതിയ യുഗം പിറന്നത്. അതിനുശേഷമാണ് കേരളം മുൻപോട്ട് വന്നത്. ഇതിനെയും കൂടുതൽ ശക്തമായി മുൻപോട്ട് പോകണം എന്ന് ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാലത്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വന്നിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതികൾ പരമപ്രധാനമായ പങ്കാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ വഹിക്കുന്നത്. ഇപ്പോൾ മംഗലം പഞ്ചായത്ത് LDF ആയിരുന്നു എങ്കിൽ ഇന്നു കാണുന്നതിനേക്കാൾ എത്രമാത്രം സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ഈ മണ്ണിൽ അനുഭവവേദ്യമാക്കി മാറ്റുമായിരുന്നു. ഇപ്പോൾ വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുക്കുന്നൊരു പദ്ധതി, ലൈഫ് ഭവന പദ്ധതികൾ മുമ്പും വന്നിട്ടുണ്ട്. പക്ഷെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ആദ്യത്തേതാണ്. ഇതിനോടകം 4,71,000 പേർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു. ഒരു സർവകാല റെക്കോർഡാണ്. 1,27,000 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൂടി പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 6 ലക്ഷം വരും. കൈമാറിയ വീടുകളുടെ കണക്ക് പരിശോധിച്ചാൽ 2016 മുതൽ ഇങ്ങോട്ടുള്ള ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ഏതാണ്ടൊരു 140-നടുത്ത് വരും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഓരോ ദിവസവും 140ഓളം വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി അർഹർക്ക് കൈമാറിക്കൊണ്ടേയിരുന്നു. ഇന്ന് രാവിലെ സൂര്യനുദിച്ച് ഇപ്പോൾ അസ്തമിച്ച ഈ 12 മണിക്കൂറിനിടയിൽ കേരളത്തിലെ ഏതൊക്കെയോ ഭാഗങ്ങളിലായി 140 വീടില്ലാത്ത മനുഷ്യർ സ്വന്തമായി വീടുള്ളവരായി മാറി. അതാണ് മാറ്റം. ലോകത്തിലെവിടെയും നടക്കുന്ന കാര്യമല്ല, ഇവിടെയാണ്. ഓരോ ദിവസം ഇരുണ്ട് വെളുക്കുമ്പോഴും 140 ആള് വീട് കിട്ടുകയാണ്, സ്വന്തമായി വീട് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ 4.25 ലക്ഷമായി ഇപ്പോൾ കേരളത്തിൽ. ഇനിയും അവശേഷിക്കുന്നവർക്ക് വീട് നൽകിക്കൊണ്ട് കേരളത്തിൽ സ്വന്തമായി വീടില്ലാത്ത ഒരൊറ്റ കുടുംബം പോലും ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടാണ് LDF ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പദ്ധതികൾ ഗ്രാമപ്രദേശങ്ങളിൽ നടപ്പാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരമാണ്. ഫണ്ടൊക്കെ സർക്കാർ കൊടുക്കും. അപ്പോൾ മംഗലത്ത് ഇത് കാര്യക്ഷമമായി നടക്കണമെങ്കിൽ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് സർക്കാരിൻ്റെ വികസന പദ്ധതികളെ പിന്തുണയ്ക്കുന്നവരാവണം. അതുകൊണ്ടാണ് എല്ലാ പഞ്ചായത്തും ഒരുപോലെയല്ല. 700 വീട് നൽകിയ പഞ്ചായത്തുണ്ട്, 1000 വീട് നൽകിയ പഞ്ചായത്തുണ്ട്, 1000 വീട് നൽകിയ പഞ്ചായത്ത്. തിരുനാവായിൽ വന്നപ്പോൾ പറഞ്ഞു 120 വീടൊക്കെയാണ് അവിടെ കൊടുത്തത്. അതാണ് വ്യത്യാസം. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളോട് നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നവർ, അത്തരം പദ്ധതികളെ തകർക്കണം എന്നാഗ്രഹിക്കുന്നവർ, പക്ഷേ ആത്യന്തികമായി അതിൻ്റെ കോട്ടം, അതിൻ്റെ ക്ഷീണം നേരിടേണ്ടി വരുന്നത് ജനങ്ങളാണ്, സാധാരണക്കാരായ മനുഷ്യർ. അപ്പോൾ കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിന് ഒപ്പം നമ്മുടെ നാട്ടിലും മാറ്റമുണ്ടാവാൻ
കേരളത്തിലെ ഏത് ഗ്രാമപഞ്ചായത്തിനോടും കിടപിടിക്കും വിധം പശ്ചാത്തല സൗകര്യങ്ങളുടെയും വ്യക്തിഗത ഗുണഭോക്താക്കളുടെയും എല്ലാം കാര്യത്തിൽ മെച്ചപ്പെട്ട ഒരു റെക്കോർഡ് നിലനിർത്താൻ ഇവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമേ കേരളത്തിൻ്റെ പൊതുവികസനത്തോട് നീതി പുലർത്തും വിധം പൊതുവായ മുന്നേറ്റത്തോടൊപ്പമെത്താൻ നമ്മുടെ നാടിനും സാധിക്കും. അതാണ് പ്രശ്നം. ഇതിൽ വേറെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അപ്രസക്തമാണ്. നാടിൻ്റെയും ജനങ്ങളുടെയും ക്ഷേമമാണ്, നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവുമാണ് എല്ലാ ഭരണ സംവിധാനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതായി പരിഗണിക്കേണ്ടതും നടപ്പാക്കേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ മനസ്സിലുണ്ടാവേണ്ട കാഴ്ചപ്പാടും അതാണ്. നാടിൻ്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം. അതിന് പ്രതിജ്ഞാബദ്ധതയോടെ സമർപ്പിത മനസ്സോടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ലോകത്തിൻ്റെ മുഴുവൻ ആദരവ് നേടാൻ കേരളത്തിന് സാധിച്ചത്. ലോകത്തിൻ്റെ നെറുകയിലെത്താൻ ചില രംഗങ്ങളിലെങ്കിലും ഒന്നാമതെത്താൻ കേരളത്തിന് സാധിച്ചത്. അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും ഈ മംഗലം പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരത്തിലെത്തും, എത്തിയേ തീരൂ എന്ന ആത്മവിശ്വാസത്തോടെ ഉറപ്പിച്ച് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കടന്നു വന്നവരാണ് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ കണ്ണുകളിലെ ആത്മവിശ്വാസത്തിൻ്റെ തിളക്കം കാണുമ്പോൾ ഞാൻ ഊഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. പുതിയൊരു ചരിത്രം എഴുതാൻ ഈ നാടിനും വിമോചനത്തിൻ്റെയും വികസനത്തിൻ്റെയും പുതിയൊരു അധ്യായം ഇവിടെ ആരംഭിക്കാൻ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ വോട്ടർമാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആ ചരിത്ര വിധിയെഴുത്തിന് സാക്ഷ്യം വഹിക്കാൻ ഈ നാടിന് സാധിക്കും എന്നാശിച്ചുകൊണ്ട് അതിന് വർദ്ധിത വീര്യത്തോടെ വാശിയോടെ LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.